നമസ്കാരം. 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 ഒരാഴ്ചയായിട്ട് സമരത്തിലാണോ? ആ, ഗവൺമെന്റിന്റെ ഭാഗത്ത് വല്ലവരും ചർച്ചയ്ക്ക് വന്നിരുന്നോ? ചർച്ചയ്ക്ക് ഇതുവരെ വിളിച്ചില്ല. നമ്മൾ ആദ്യം ചർച്ച ചെയ്തിരുന്നു, നമ്മുടെ വിഷയങ്ങൾ അറിയിച്ചിരുന്നു. ഞങ്ങളെ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ ഒരാളെ പോലും എടുത്തിട്ടില്ല, ഒരു വർഷമായിട്ട്. അതെ അതെ, 10 മാസമായി ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. അതിന് ആദ്യ നിയമനം നടന്നിട്ടുള്ളത് 7 ജില്ലക്കാണ്. മറ്റുള്ള ജില്ലകൾക്ക് ആയിട്ടില്ല. 1ാം റാങ്കിന് പോലും ജോലി ആയില്ല. അപ്പൊ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തോണ്ടാണോ സംഭവിച്ചിരിക്കുന്നത്? വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് കുട്ടികളെ ആശ്രയിച്ചാണ്, കുട്ടികളുടെ എണ്ണം ആശ്രയിച്ചാണ്. ഡിവിഷൻ ഫോളോ പറഞ്ഞിട്ട്. അതെ അതെ, ഡിവിഷൻ ഫോൺ വരുമ്പോ ആ അധ്യാപകരെ നമ്മുടെ റിട്ടയർമെന്റിലേക്ക് പുനർവി ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കേറാനുള്ള ഒരു വഴിയില്ല. അപ്പൊ ഈ പരീക്ഷ നടത്തിയത് വേക്കൻസി കാണാതെയാണോ ഒരു പരീക്ഷ നടത്തിയത്? അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. പരീക്ഷ നടത്തിയത് എന്തിനാണ്? ഞങ്ങൾ ഇത്രയും ഊഹിപ്പിച്ചത് എന്തിനാണ്? ഇനി ഞങ്ങളെ അധ്വാനമാണ്, 5-6 വർഷങ്ങളുടെ അധ്വാനമാണ്. ഇനി പരീക്ഷ എഴുതാന്നുള്ളത് നമ്മളെ പല പ്രാരാബ്ദങ്ങളുള്ള ആളുകളാണ്. ഈ മക്കളെയും രോഗികളായിട്ടുള്ള അച്ഛനമ്മമാരെയൊക്കെ അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മള് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ടത്. പഠിക്കാന്ന് PSC പരീക്ഷകളുടെ ഒരു വിശ്വാസ്യത പോലെ തന്നെ തൊഴിൽ ചെയ്യപ്പെടുന്നതാണ് ഇത്തരം അവസ്ഥകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അറബി ടീച്ചേഴ്സിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ 1ാം റാങ്ക് കിട്ടിയവർക്ക് പോലും ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നിട്ടും കിട്ടുന്നില്ല. ഇതിപ്പം 8 മാസം 10 മാസം കഴിഞ്ഞു ലിസ്റ്റ് 1ാം റാങ്കുകാരായ ആൾക്ക് പോലും നിയമനം ലഭിക്കുന്നില്ല. പിന്നെ എന്തിനാണ് PSC പരീക്ഷ എന്നുള്ള ചോദ്യമല്ലേ നമ്മൾ മുന്നിൽ വരുന്നത്. അപ്പോൾ ജോലി തേടി പോകുന്ന ആളുടെ ഏറ്റവും വലിയ ആശ്രയം പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനങ്ങളാണ്. അതെ അതെ അതെ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് തലയിടൽ പൂർത്തിയാക്കി നിയമനം നടക്കുക. അത് നടക്കാതായപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചത് എന്തുകൊണ്ടാണ് നിയമനം നടക്കാത്തത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരുപാട് പൊഴിഞ്ഞു നോക്കിട്ട് കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോണും വന്ന് ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അത് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ചില മാർഗങ്ങൾ ഉണ്ടാകണം, ചില മാനദണ്ഡങ്ങൾ മാറ്റേണ്ടി വരും. നിലവിലുള്ള ടീച്ചേഴ്സ് സ്റ്റുഡൻറ് അനുവാദം കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കുറച്ച് കുറക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ നിയമനത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ഗൗരവതരമായിട്ട് തന്നെ നിങ്ങളുടെ ഈ സമരത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ഈ സമരത്തിന്റെ കൂടെ ഉണ്ടാവും, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊപ്പം നമ്മളെല്ലാം ഉണ്ടാവും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായിട്ടുണ്ടാവും. കേരളത്തിൽ എന്തായാലും ഞങ്ങളുടെ ഒരു പ്രകടന പത്രിക ഇത്തരം കാര്യങ്ങൾ PSC റാങ്ക് ഹോൾഡേഴ്സായ ആളുകൾക്ക് നിയമനം ഉറപ്പാക്കുന്നതിനുള്ള എന്തെങ്കിലും പുതുതായിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് പറയാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ ഡിവിഷൻ ഫോൺ വരുന്ന സ്കൂളുകളിലെങ്കിലും 1:25 എന്നുള്ള റേഷ്യോയിലേക്ക് കുറയ്ക്കുക എന്നതാണ്. ഫോൺ വരാതിരിക്കാൻ എങ്കിൽ മാത്രമേ നിയമനങ്ങൾക്ക് സാധ്യതയുള്ളൂ സർ. ഈ രണ്ട് കാര്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കപ്പെടുന്നതാണ്. ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉറപ്പ് വരാനുള്ളത്. എന്തായാലും നിങ്ങൾ ഈ സമയത്ത് ഇത്തരം ഒരു സമരത്തിന് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ പ്രയാസകരമാണ്, സങ്കടകരമാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. എന്തായാലും നിങ്ങളുടെ പോസ്റ്റ് അത് തന്നെ ഞാനും അത്ഭുതത്തോടെ കാണുന്നു. സങ്കടകരമായ അവസ്ഥയാണ്. അഭ്യസ്തവിദ്യരായിട്ട് പരീക്ഷ എഴുതിയിട്ട് ഒരു ജോലിക്ക് കാത്തിരുന്ന് പരീക്ഷ എഴുതി ക്വാളിഫൈഡായ ആളുകൾക്ക് പോലും അവസാനം ഒരു ജോലിക്ക് വേണ്ടി റോഡിൽ വന്ന് കിടക്കേണ്ടി വരിക എന്ന് പറയുന്ന അവസ്ഥ കേരളത്തിൽ നമ്മളെല്ലാം നോക്കി വല്ലാതെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്.
എന്തായാലും നമ്മുടെ പൂർണ്ണമായ അനുഭവം നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു. Thank you, sir. Thank you so much. താങ്ക് യു.